ഹലോ ഗ്യാങ്, ഇന്ന് നമ്മൾ വീഡിയോ ഒരു ഡിഫറെൻറ്റ് സെറ്റിങ്ങിൽ എടുക്കണേ. എൻ്റെ മുറിയിലിരുന്നല്ല. കാരണം ഇന്ന് കുറച്ച് നേച്ചറൊക്കെ എൻജോയ് ചെയ്ത് ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് ഓർത്തു. സോ ദ വീഡിയോ ഇസ് അബൌട്ട് കമ്മ്യൂണിക്കേഷൻ. ഞാനാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പല വീഡിയോൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യണേ കണ്ടിട്ടുണ്ട്. ഐ ലൈക്ക് എ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. എങ്ങനെയാണ് ബ്രോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ? ഞാൻ എങ്ങനെയാണ് എൻ്റെ ഇംഗ്ലീഷ് ബെറ്റർ ആക്കേണ്ടത്? അപ്പോൾ ഇങ്ങനത്തെയോട് കുറച്ച് സെൽഫ് ഡൗട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ അപ്ലൈ ചെയ്യണ കുറച്ച് ടിപ്പുകൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും. If you apply that, I'm pretty sure you too can be better in English. So let's get to the video. Number 1. Nobody cares. ആൾക്കാർക്ക് ഏറ്റവും വലിയ പേടി എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, അപ്പുറത്ത് നിൽക്കുന്ന കൂട്ടുകാരനോ അപ്പുറത്ത് നിൽക്കുന്ന നാട്ടുകാരനോ എന്നെ ജഡ്ജ് ചെയ്യും എൻ്റെ ഇംഗ്ലീഷ് കണ്ടിട്ട്. എനിക്ക് നല്ല ആക്സെൻറ്റോ എനിക്ക് മര്യാദയ്ക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആൾക്കാർ കളിയാക്കും. ഒരിക്കലും ഇംഗ്ലീഷ് അറിയില്ല, മിണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു കുറവൊന്നുമല്ല. പക്ഷെ ഫോർ ദ പീപ്പിൾ ഹു വാണ്ട്സ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, സ്റ്റോപ്പ് തിങ്കിങ് ഓഫ് ജഡ്ജ്മെൻറ്റ്. അപ്പുറത്തേക്കുന്ന ആളെങ്ങനെ ചിന്തിക്കും എന്നെ പറ്റി? ഞാനാണെങ്കിൽ കൊള്ളൂലെങ്കിലോ, എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ലെങ്കിലോ, എൻ്റെ ഗ്രാമർ തെറ്റാണെങ്കിലോ, അങ്ങനെയൊന്നും ഓർക്കണ്ട. നിങ്ങൾ ട്രൈ ചെയ്യാണ്ട് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കണേ? അപ്പുറത്തേക്കുന്ന ഒരാളുടെ ജഡ്ജ്മെൻറ്റിലാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മൊത്തം ജീവിക്കാൻ പോകണമെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പോണേ? സോ സ്റ്റോപ്പ് തിങ്കിങ് ഇഫ് സംബഡി വിൽ ജഡ്ജ്. നമ്പർ 2, സ്റ്റാർട്ട് ബിഫോർ യു നോ ഹൗ. എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ദേ ആക്ച്വലി നോ ഇംഗ്ലീഷ് ഇൻ ദ സെൻസ് അവർക്ക് വായിക്കാൻ അറിയാം, അവർക്ക് എഴുതാൻ അറിയാം, അവർക്ക് ആൽഫബറ്റിക് ഓർഡർ മര്യാദയ്ക്ക് അറിയാം, എല്ലാം അറിയാം. എന്നുവെച്ചാൽ ഒരു പ്രൊഫഷണൽ ഇംഗ്ലീഷുകാരൻ അല്ലെങ്കിൽ പിന്നെ ഒരു പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് മിണ്ടണ പോലെ അറിയില്ലെങ്കിലും അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവരുടെ ആക്സനിൽ അവർക്ക് പറയുന്ന രീതിയിൽ അവർക്ക് മിണ്ടാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ദേ ഫീൽ ലൈക്ക് ദേ ഷുഡ് ബി പെർഫെക്റ്റ് ആയിട്ട് ഒരു ടോണോ അല്ലെങ്കിൽ പിന്നെ ഒരു റിതം ഉണ്ടായാൽ മാത്രമാണ് ഇംഗ്ലീഷ് മിണ്ടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ കൂടെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അത് സത്യം പറഞ്ഞാൽ ലോക മണ്ടത്തരാണ്. എനിക്ക് പേഴ്സണലി കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് മിണ്ടാൻ പറ്റും, എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, പക്ഷേ ദർ ഈസ് നത്തിങ് മോർ ദാറ്റ് സ്കെയർസ് മീ ദാൻ എ പേഴ്സൺ ഹു നോസ് ഇംഗ്ലീഷ്, ഹു ട്രൈസ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മര്യാദയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ സമയത്ത് എപ്പോഴും ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് ഇംഗ്ലീഷ് മിണ്ടാൻ ട്രൈ ചെയ്യണ ആളായിരിക്കും എനിക്ക് കൂടുതൽ പേടി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പേഴ്സൺ ഇസ് ട്രൈങ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, ദാറ്റ് പേഴ്സൺ ഹാസ് ഓവർകം ദാറ്റ് ഫിയർ ഓഫ് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ദേ ക്യാൻ ട്രൈ സ്പീക്കിംഗ് ഇൻ എ മച്ച് ബെറ്റർ ടോൺ ആസ് ദേ ഗോ അലോങ് ദ വേ. അതിൻ്റെ ആ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തോരം ശ്രമിക്കണോ അത്രയും നന്നായിട്ട് നമുക്ക് മിണ്ടാൻ പറ്റും. കൂടുതൽ ട്രൈ ചെയ്യണോ അത്രയും നന്നായിട്ട് പറയാൻ പറ്റും. ഇറ്റ് കംസ് ഫ്രം പ്രാക്ടീസ്. ദാറ്റ് കംസ് ടു മൈ തേർഡ് പോയിന്റ്, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. മൂന്നാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ രണ്ട് പോയിന്റും കമ്പൈൻ ചെയ്യുവാണെങ്കിൽ വാട്ട് ഡസ് ദാറ്റ് ലീഡ് യു ടു? ഇറ്റ് ലീഡ്സ് യു ടു സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്, സ്റ്റാർട്ട് ട്രൈയിങ്, സ്റ്റാർട്ട് കമ്മ്യൂണിക്കേറ്റിംഗ്. ഇംഗ്ലീഷിൽ ഒരിക്കലും ഒരു ഷോർട്ട് കട്ടില്ല. നമ്മൾ എങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്യണത്, നമ്മൾ എങ്ങനെയാണോ പ്രീച്ച് ചെയ്യണത്, അതുപോലെ നമുക്ക് മിണ്ടാൻ പറ്റും. നിങ്ങളിപ്പോൾ ആദ്യത്തോട്ടം മിണ്ടണത് അല്ലെങ്കിൽ പിന്നെ നിങ്ങളിപ്പോൾ തുടങ്ങിയതുള്ളൂ എന്ന് ഓർത്തോ ഇംഗ്ലീഷ് മിണ്ടണത്, ഇറ്റ്സ് ഗോയിൻ ബി നോട്ട് ദാറ്റ് ഗ്രേറ്റ്. ഇഫ് യു ഹാവൻറ്റ് പ്രാക്ടീസ്ഡ് ഇറ്റ് മച്ച്, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ദാറ്റ് ഗ്രേറ്റ്. പക്ഷേ നിങ്ങൾ അലോങ് ദ വേ നിങ്ങൾ മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാസങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഇറ്റ്സ് ഗോയിങ് ടു ഗെറ്റ് സോ മച്ച് ബെറ്റർ. പക്ഷേ ആ പോയിന്റ് എത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? യു നീഡ് ടു സ്റ്റാർട്ട് ട്രൈയിങ്. ആ ഒരു ഭാഗം ചെയ്തിട്ട് ഇത്രയും ദൂരം എത്തുവാണെങ്കിൽ യു ആർ ഗോയിങ് ടു എക്സൽ സോ മച്ച്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിന് ആരെങ്കിലുമൊക്കെ അറിയാമായിരിക്കും. എന്ന് വെച്ചാൽ നാട്ടിൽ പഠിച്ച് വളർന്നിട്ട് പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് വല്ലതും ഗൾഫോ അല്ലെങ്കിൽ പിന്നെ യൂറോപ്പോ അമേരിക്കയോ ഒക്കെ പോയി കഴിഞ്ഞ് വന്നപ്പോൾ തനി മലയാളി, നല്ലോണം മലയാളം പറഞ്ഞ തനിമയായിട്ട് നടക്കുന്ന മലയാളി ചേട്ടന്മാർ അങ്കിളുമാരൊക്കെ നല്ല അടിപൊളി ഇംഗ്ലീഷൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർ ചെന്നത് എന്താ പറയുക, ദേ ഡിഡ്ന്റ് ഹോൾഡ് ബാക്ക്, ദേ ഹാഡ് ടു സ്പീക്ക് ബിക്കോസ് ഓഫ് ദ സിറ്റുവേഷൻ. അതുകൊണ്ട് അവർക്ക് കമ്മ്യൂണിക്കേഷൻ പവർ കിട്ടി. അതുപോലെ തന്നെ ഇഫ് യു ഡോണ്ട് ട്രൈ യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ഇറ്റ്. സോ സ്റ്റാർട്ട് ട്രൈങ് റൈറ്റ് നൗ. പിന്നെ ഫോർത്ത് പോയിന്റ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഇംഗ്ലീഷ് സീരീസ് അല്ലെങ്കിൽ പിന്നെ ഇംഗ്ലീഷ് മൂവീസ് കാണുന്നത് ഹാസ് റിയലി ഇൻഫ്ലുവൻസ് മീ. എൻ്റെ ചൈൽഡ്ഹുഡിലൊക്കെ ഞാൻ അധികവും കണ്ടിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങൾ, എനിക്ക് മലയാളം എൻ്റെ മമ്മൂട്ടി മോഹൻലാൽ തനിമ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇംഗ്ലീഷ് സീരീസോ അല്ലെങ്കിൽ പിന്നെ ഇംഗ്ലീഷ് മൂവീസ് കുറേ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കൾച്ചറിൽ എന്താ നടക്കണേ, എന്തൊക്കെ സ്ലാങ്സ് ആണ് ഉപയോഗിക്കണതെന്ന് എനിക്ക് കുറേ ഐഡിയ കിട്ടിയിട്ടുണ്ട്. സോ ഇഫ് യു ആർ എ പേഴ്സൺ ഹു ഇസ് റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ടു സീരീസ് ആൻഡ് മൂവീസ്, ദാറ്റ്സ് ഗ്രേറ്റ്. അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ട്രൈങ് ടു ലുക്ക് ഇൻ ടു ദിസ് ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണെങ്കിലും അടിപൊളിയാണ്. സോ ജസ്റ്റ് സ്റ്റാർട്ട് ലുക്കിംഗ് ഇൻ ടു ഇറ്റ്. അഞ്ചാമത്തേന്ന് വെച്ചാൽ ഒരു പോയിന്റ് അല്ല, ഇറ്റ് ഈസ് ഫോർ യുവർ ഫ്യൂച്ചർ സെൽഫ്. ദ ഫ്യൂച്ചർ സെൽഫ് ദാറ്റ് ട്രൈ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്, ദാറ്റ് ട്രൈസ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് അലോങ് ദ വേ. ഐ ക്യാൻ പ്രോമിസ് യു, നിങ്ങൾ എന്തോരം പ്രാക്ടീസ് ചെയ്യണോ, നിങ്ങൾ എന്തോരം ട്രൈ ചെയ്യണോ അത്രയും ബെറ്റർ ആവും നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് മര്യാദയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിരാശരാവല്ല.
യു നീഡ് ടു കീപ്പ് ഓൺ ട്രൈങ്. ദെൻ അലോങ് ദ വേ യു വിൽ ഗെറ്റ് സോ മച്ച് ബെറ്റർ. ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ കേൾക്കും, നിങ്ങളിപ്പോൾ മിണ്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും കേൾക്കാൻ പോണ കാര്യമാണ്. ഈവൻ എന്താ ഇംഗ്ലീഷുകാരൻ വലിയ ജാട, അവൻ CBSE-കാരൻ, അങ്ങനത്തെ ഒരു വർത്താനം കേൾക്കും. അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ നിന്റെ ഗ്രാമർ തെറ്റാ, നിന്റെ പ്രൊണൗൺസിയേഷൻ തെറ്റാ. ജസ്റ്റ് ഡോണ്ട് കെയർ. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പരിശ്രമിക്കുന്ന ഒരു പോയിന്റാണ്. നിങ്ങളിപ്പോൾ പരിശ്രമിച്ചു, നിങ്ങളിപ്പോൾ കോളേജിലോ സ്കൂളിലൊക്കെ ഉള്ള പിള്ളേരാണെങ്കിൽ നിങ്ങളിപ്പോൾ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി കയറുന്ന സമയത്ത് ദാറ്റ്സ് ഗോയിൻ ടു ഹെൽപ്പ് യു സോ മച്ച്. കാരണം നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മലയാളി അല്ലെങ്കിൽ പിന്നെ കേരള കമ്മ്യൂണിറ്റി ആയിട്ട് മാത്രമൊന്നുമല്ല വർക്ക് ചെയ്യാൻ പോണേ. നിങ്ങളിപ്പോൾ വലിയ MNC, ഇൻഫോസിസോ TCS അല്ലെങ്കിൽ പിന്നെ വേറെ ഏത് കമ്പനികളോ ആയിക്കോട്ടെ, നിങ്ങളുടെ ക്ലയൻസോ അല്ലെങ്കിൽ പിന്നെ ടീംമേറ്റ്സ് ഒക്കെ മലയാളികൾ ആവണം നിർബന്ധമൊന്നുമില്ല, വേറെ സ്ഥലത്തെ ആവും. അപ്പം മലയാളം കൊണ്ട് മാത്രം പിടിച്ചു വെക്കാൻ പറ്റില്ല. യു നീഡ് ഇംഗ്ലീഷ്. സോ ദ ബെറ്റർ യു സ്പീക്ക് ഇംഗ്ലീഷ്, ദ ബെറ്റർ ഔട്ട്പുട്ട് യു വിൽ ഹാവ്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങളിപ്പോൾ സ്കൂളിലോ കോളേജിലൊക്കെ ഉള്ള പിള്ളേരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റണ അവസരങ്ങളിൽ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളിപ്പോൾ കോർപ്പറേറ്റിൽ ജോലി തുടങ്ങാൻ പോയി, ജോലി തുടങ്ങിയിട്ടാണ് നിങ്ങളത് മനസ്സിലാക്കണമെങ്കിൽ യു ഹാവ് ദി ഓപ്പർച്യൂണിറ്റി ടു ട്രൈ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് അറ്റ് കോർപ്പറേറ്റ് ഇറ്റ്സെൽഫ്. നിങ്ങളുടെ വർക്കിൽ തന്നെ നിങ്ങൾക്കാണെങ്കിൽ ട്രൈ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾക്കാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് പീപ്പിൾ ഇസ് ഗോയിൻ ടു ജഡ്ജ് യു, പീപ്പിൾ ആർ ഗോയിൻ ടു ത്രോ യു ഔട്ട്. നിങ്ങൾ ട്രൈ ചെയ്യണത് തന്നെ വലിയ കാര്യമാണ്. അതുകൊണ്ട് ടേക്ക് ദാറ്റ് ഇൻ ടു അക്കൗണ്ട് ആൻഡ് ദെൻ സ്റ്റാർട്ട് അപ്ലൈയിങ് ദീസ് ലേണിങ്സ്. അപ്പോൾ ഈ ഒരു ഐഡിയ കൺവേ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ വീഡിയോ ഉണ്ടാക്കിയത്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഐ ക്യാൻ പുട്ട് ഡൗൺ മൈ സിഗ്നേച്ചർ എനിവെയർ. ഇഫ് യു അപ്ലൈ ദീസ് 5 ലേണിങ്സ് ആൻഡ് ദെൻ അപ്ലൈ ഇറ്റ് ഇൻ യുവർ ലൈഫ്, യു വിൽ ഗെറ്റ് സോ മച്ച് ബെറ്റർ ഇൻ ഇംഗ്ലീഷ്. ഇറ്റ് വിൽ ബിൽഡ് സോ മച്ച് കോൺഫിഡൻസ് ഇൻ യു. So what you need to do is, if you feel like this video is supporting you, this video is encouraging you, apply these learnings in your life. എന്നിട്ടാണെങ്കിൽ നിങ്ങളുടെ ടിമിഡായിട്ട് അല്ലെങ്കിൽ പിന്നെ പേടിച്ചിരിക്കുന്ന ഫ്രണ്ട്സിനും ഇങ്ങനത്തെ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. Let them also apply these learnings into their life. So let's bring our community forward, okay? English as a medium is really essential, I feel, because എനിക്കിപ്പോൾ ഇംഗ്ലീഷ് മിണ്ടിക്കൊണ്ടിരിക്കാനുള്ള ക്രേസും കൊണ്ടൊന്നുമല്ല. To get proficient in this language is really helpful, I feel. അതുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റ്സ് ഷെയർ ചെയ്യണത്. ഐ ഹോപ്പ് യു ക്യാൻ അപ്ലൈ ദിസ് ഇൻ യുവർ ലൈഫ് ആൻഡ് ഷെയർ യുവർ എക്സ്പീരിയൻസ് മെനി ഇയേഴ്സ് ആഫ്റ്റർ ഈ വീഡിയോൻ്റെ കമൻസിൽ. ദാറ്റ് വിൽ മേക്ക് മീ ഹാപ്പി. സോ ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ഹു നീഡ് ദിസ്. ആൻഡ് ഐ ഹാവ് ടു ഗോ നൗ. So before you go, you need to like, comment, share and subscribe. So until I catch you next time, bye guys.